Hi students, welcome back. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലോസ് ഓഫ് മോഷൻ ആയിരുന്നു. ലോസ് ഓഫ് മോഷൻ്റെ അവസാനത്തെ പാർട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഫ്രിക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോൾ ഫ്രിക്ഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ലോസ് ഓഫ് ഫ്രിക്ഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് ചെറിയൊരു ടോപ്പിക്കും പറഞ്ഞ് ചാപ്റ്റർ അവസാനിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് പ്രോബ്ലം, എ ബോക്സ് ലൈങ് ഓൺ ദി ഫ്ലോർ ഓഫ് എ ട്രെയിൻ. ഒരു ട്രെയിനിൻ്റെ ഫ്ലോറിൽ ഒരു ബോക്സ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മാസ് 2 കിലോഗ്രാം ആണ്. 2 കിലോഗ്രാം മാസ്സുള്ള ഒരു ബോക്സ് ഒരു ട്രെയിനിൻ്റെ പ്ലെയിനിൽ സർഫസിൽ നിൽക്കുന്നുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ സോ ദാറ്റ് the block cannot slip. ഈ ബ്ലോക്ക് സ്ലിപ്പാവാതെ അവിടെ തന്നെ നിൽക്കാൻ, ഒരുപാട് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ബ്ലോക്ക് ബാക്കോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ബ്ലോക്ക് ബാക്കോട്ട് മൂവ് ചെയ്യാതെ ആ ബ്ലോക്ക് അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് ട്രെയിനിന് പോസിബിൾ ആവുന്ന മാക്സിമം ആക്സിലറേഷൻ. ഇതൊരു ട്രെയിനാണെങ്കിൽ ഈ ട്രെയിന് പോസിബിൾ ആവുന്ന മാക്സിമം ആക്സിലറേഷനാണ് കണ്ടത്. അപ്പോൾ ട്രെയിനിന് മേലേക്കൊരു ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ, ട്രെയിൻ മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഈ ട്രെയിൻ മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലോക്കിന് ബാക്കോട്ട് ഒരു സ്യൂഡോ ആക്സിലറേഷൻ ഉണ്ട്, ഒരു സ്യൂഡോ ഫോഴ്സ്, ഒരു കപടബലം. അതായത് ഈ ബോഡി മുന്നോട്ട് പോകുന്ന സമയത്ത്, അതായത് ഈ ട്രെയിൻ മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലോക്ക് ബാക്കോട്ടല്ല മൂവ് ചെയ്യുക. നിങ്ങൾ ഒരു ബീക്കറിൽ വാട്ടർ എടുക്കുന്നു, എന്നിട്ട് ആ ബീക്കർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ വെള്ളം ബാക്കോട്ടല്ലേ പോകുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്ന ആക്സിലേഷൻ എത്രയാണോ അതേപോലെയുള്ള ഒരു ഫോഴ്സ് ബാക്കോട്ടിൽ, അതായത് സ്യൂഡോ ഫോഴ്സ്, ഒരു കപടബലമുണ്ട് അവിടെ. അപ്പോൾ ഒരു സ്യൂഡോ ഫോഴ്സ്, അതായത് ഈ ബ്ലോക്ക് ട്രെയിനിൻ്റെ ഉള്ളിലായതുകൊണ്ട് ട്രെയിനിൻ്റെ ആക്സിലറേഷൻ എത്രയാണോ അതേപോലെ ഒരു സ്യൂഡോ ആക്സിലറേഷൻ ആർക്കുണ്ട്? ഈ ബ്ലോക്കിനുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടത് ഈ ബ്ലോക്കിൻ്റെ സ്യൂഡോ ആക്സിലറേഷൻ ആണ്. സ്യൂഡോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ബോഡി മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ സ്യൂഡോ ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്യൂഡോ ആക്സിലറേഷൻ ബാക്കോട്ടാണ്. നമുക്ക് കണ്ടത് ഈ മാക്സിമം സ്യൂഡോ ആക്സിലറേഷൻ ആണ്, എ മാക്സ്. അപ്പം ശ്രദ്ധിച്ചോളൂ, അതായത് ഈ എ ആണ് കണ്ടത് എപ്പോഴും ഇത് താഴെ ബാക്കോട്ട് മൂവ് ചെയ്യാതിരിക്കാൻ ആവശ്യമായ മാക്സിമം ആക്സിലറേഷൻ. അപ്പോൾ നമുക്കറിയാം ഈ ബ്ലോക്ക്, അതായത് ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് ബാക്കോട്ടല്ല മൂവ് ചെയ്യുക അല്ലേ? കാരണം ഈ ബ്ലോക്കിന് മേലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, ഏത് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ ബ്ലോക്ക് ബാക്കോട്ടാണ് പോവുക. അപ്പോൾ ബ്ലോക്കിൻ്റെ ബാക്കോട്ടുള്ള മോഷൻ തടഞ്ഞു നിർത്തുന്നവരാണ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഈ ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ദാറ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മ്യൂസ് ഇൻറ്റു എൻ. മ്യൂസ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എൻ ഈസ് ദ നോർമൽ റിയാക്ഷൻ. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എത്രയാ? എന്നെ മേലേക്കാണെങ്കിൽ ആ നോർമൽ റിയാക്ഷൻ എന്തിന് ഈക്വൽ ആണ്? ഇവിടെ എൻ ഈസ് ഈക്വൽ ടു, എന്തിന് ഈക്വലാ? എൻ ഈസ് ഈക്വൽ ടു എം ജി. The coefficient of friction between the block and the train is mu. തന്നിട്ടുണ്ട് നമുക്ക് പ്രോബ്ലം തന്നത് mu is equal to 0.15 എന്നാണ് തന്നത്. അപ്പം എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടുക? n is equal to മാസ് 2 കിലോഗ്രാം ആണ്, ജിയുടെ വാല്യൂ 10 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 20. അപ്പോൾ ശ്രദ്ധിച്ച് ഇവിടെ നമുക്ക് കിട്ടിയത് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്ര കിട്ടി? ഫ്രിക്ഷണൽ ഫോഴ്സ് Fs is equal to മ്യൂസ് 0.15 ഇൻറ്റു എൻ എന്നാണ് എത്രയാ? 20. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയുണ്ട്? 0.15 ഇൻറ്റു 20, 3 കിട്ടും അല്ലേ? അതായത് 2 × 1.5 3 ന്യൂട്ടൺ. അപ്പം ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് 3 ന്യൂട്ടൺ ആണ്. അപ്പം ഇവിടെ ശ്രദ്ധിച്ച് ഈ ബാക്കോട്ടുള്ള സ്യൂഡോ ഫോഴ്സ് കനോട്ട് എക്സീഡ് 3 ന്യൂട്ടൺ. 3 ന്യൂട്ടണേക്കാൾ കൂടാൻ പറ്റൂല. 3 ന്യൂട്ടൺ കൂടി കഴിഞ്ഞാൽ ഇത് ബാക്കോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ബാക്കോട്ട് മൂവ് ചെയ്യാതിരിക്കാൻ ആവശ്യമായ മാക്സിമം ആക്സിലറേഷൻ ആണ്. അപ്പം ഇത് ബാക്കോട്ട് മൂവ് ചെയ്യാതിരിക്കാൻ ആവശ്യമായ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാതെ ബാക്കോട്ടുള്ള ഫോഴ്സ്
ഇത് ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്ന ഫോഴ്സ്, ഇതിൻ്റെ മാക്സിമം ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ മാസ് എന്നാണ്. ഇവിടുത്തെ ഫോഴ്സ്, അതായത് ഏതാണ് ഇവിടുത്തെ ഫോഴ്സ്? ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സും അതേപോലെ ബാക്കോട്ടുള്ള ഈ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സും, ദാറ്റ് സ്യൂഡോ ഫോഴ്സ് എം എ മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ബാക്കോട്ടുള്ള സ്യൂഡോ ഫോഴ്സ് എന്തിന് ഈക്വൽ ആവണം? ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആവണം. അങ്ങനെ ഈക്വൽ ആവുന്ന സമയത്ത് ഈ ബോഡി റെസ്റ്റിലാവുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടുത്തെ ഫോഴ്സ്. മുന്നോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് 3 ന്യൂട്ടൺ ആണെങ്കിൽ ഇതേ 3 ന്യൂട്ടൺ ആയിരിക്കും ബാക്കോട്ടുള്ളത്. ബൈ മാസ്, മാസ് 2 കിലോഗ്രാം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഈസ് ദ മാക്സിമം പോസിബിൾ ആക്സലേഷൻ ഓഫ് ദി ട്രെയിൻ സോ ദാറ്റ് ദ ബ്ലോക്ക് ഓൺ ദി സർഫസ് ഓഫ് ദി ട്രെയിൻ cannot move or cannot slide. അപ്പോൾ ഇത് സ്ലൈഡ് ചെയ്യാതിരിക്കാൻ ആവശ്യമായ മാക്സിമം ആക്സലറേഷൻ ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിൻ മുന്നോട്ട് മൂവ് ചെയ്യുമ്പം ഈ ബ്ലോക്കിന് ബാക്കോട്ട് ഒരു സ്യൂഡോ ആക്സിലറേഷൻ ഉണ്ടാവും. ആ സ്യൂഡോ ആക്സിലറേഷൻ്റെ ഫലം സ്യൂഡോ ഫോഴ്സ്. ആ സ്യൂഡോ ഫോഴ്സിനെ ആര് ബാലൻസ് ചെയ്യണം? ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ബാലൻസ് ചെയ്യണം. ആ ഫ്രിക്ഷണൽ ഫോഴ്സും സ്യൂഡോ ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് ബോഡി കനോട്ട് സ്ലൈഡ്. ആ ബോഡി ഒരിക്കലും സ്ലൈഡ് ചെയ്യില്ല. സ്ലൈഡ് ചെയ്യാതെ അവിടെ നിൽക്കും. അപ്പം അവിടെ നമുക്ക് എന്ത് കിട്ടി? എം എന്ന് പറഞ്ഞാൽ സ്യൂഡോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ അത് ഉപയോഗിച്ച് ആക്സിലറേഷൻ കണ്ടുപിടിച്ചു 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോഡി ഓഫ് മാസ് 2 കിലോഗ്രാം ലൈങ് ഓൺ ദി ഫ്ലോർ ഓഫ് ദി ട്രെയിൻ. ഫൈൻഡ് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ സോ ദാറ്റ് ദ ബ്ലോക്ക് കനോട്ട് സ്ലൈഡ്. ഗിവൺ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.15. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A body of mass 4 kilogram lie on a plane surface. The plane is inclined so that the body on the inclined plane just starts to move when the angle is 15 degree. ശ്രദ്ധിച്ചോ? നമ്മൾ പറഞ്ഞ ആദ്യമായിട്ട് പ്ലെയിൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിരുന്നു. ഇതിന് മേലെ ഒരു ബോഡി വെച്ചു. എന്നിട്ടോ ഈ പ്ലെയിൻ ഇൻക്ലൈൻ ചെയ്തു. എന്താ ഇൻക്ലൈൻ ചെയ്ത് ചരിച്ചു വെച്ചു. അറ്റ് ആൻ ആംഗിൾ 15 ഡിഗ്രി, അതായത് ഇങ്ങനെ 15 ഡിഗ്രി എത്തിയ സമയത്ത് ദ ബോഡി ഓൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു മൂവ്. അപ്പോൾ ഇവിടെ ഉള്ള ഈ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ 4 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി ഒരു പ്ലെയിൻ സർഫസിൽ ഇങ്ങനെ വെച്ചു. ഇവിടെയായിരുന്നു വെച്ചത്. ഇത് സാധാരണ ഇങ്ങനെ റൈസ് ചെയ്ത് 15 ഡിഗ്രി ആയ സമയത്ത് ഇതിൻ്റെ മേലുള്ള ബോഡി താഴേക്ക് വീഴാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ടൈമിലുള്ള ഇതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഈ സർഫസിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനാണ് കണ്ടത്. അത് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ മേലുള്ള ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ ആവശ്യമായ ആംഗിളാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പഠിച്ചത്. ആ ആംഗിൾ ഓഫ് റീപോസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഫ്രിക്ഷനും അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റീപോസും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ റിലേഷൻ നിങ്ങൾ പഠിച്ചു. എന്താ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച്, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു എത്രയാ? ടാൻ തീറ്റ. തീറ്റ എത്രയാ? 15 ഡിഗ്രി. എന്താ ഈ തീറ്റയുടെ പ്രത്യേകത? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ സോ ദാറ്റ് ദ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു മൂവ്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് മേലുള്ള ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ 15. ടാൻ 15ൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്തണേ. ടാൻ 45 1 ആണ്. ടാൻ 0 0 ആണ്. ടാൻ 30 1/√3. അപ്പം ഏതാണ് നമുക്കുള്ളത്? 0.2 സംതിങ്, 0.27. അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? 0.27. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഡെഫിനിഷൻ തന്നെ ചോദിച്ചത്. 4 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി ഒരു പ്ലെയിനിൻ്റെ മേലെ വെച്ചു. എന്നിട്ട് ആ പ്ലെയിൻ ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഇൻക്ലൈൻ ചെയ്യുന്ന സമയത്ത് 15 ഡിഗ്രി ആയപ്പം ആ ബോഡി താഴേക്ക് ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ ആ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് എത്ര കിട്ടി? 0.27. അപ്പോൾ ടാൻ 15ൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ 2 പ്രോബ്ലമായി. മൂന്നാമത്തെ പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ഇവിടെ ഒരു ബോഡി ഒരു പുള്ളി സിസ്റ്റത്തിൻ്റെ മേലെ, അതായത് ഇവിടെ ഒരു പുള്ളി കണക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, പുള്ളി
എന്തായാലും പുള്ളി തന്നെ കപ്പി. അപ്പം ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിയുടെ മാസ് 20 കിലോഗ്രാമാണ്. 20 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി, 20 കിലോഗ്രാം. ഇത് ഒരു സ്ട്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്താണ്, ഒരു പുള്ളിയിലൂടെ പാസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ 3 കിലോഗ്രാം മാസുള്ള ഒരു പുള്ളിയായിട്ട് കണക്ട് ചെയ്തു, ഒരു ബോഡിയായിട്ട് കണക്ട് ചെയ്തു. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ 0.04 ആണ്, വളരെ കുറവ്. We have to calculate the acceleration and tension on the system. ഈ സിസ്റ്റത്തിന് ആക്സിലറേഷനും ടെൻഷനും കാണും. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 20 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി ഒരു സർഫസിൽ വെച്ചു. ആ സർഫസിൻ്റെയും ഈ ബോഡിയുടെയും ഇടയിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.04 ആണ്. അത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, അതായത് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ആക്സിലറേഷൻ ആണെങ്കിൽ ഈ ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ്, അതായത് ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്തിൻ്റെ ഫലമായിട്ടാണ്? ഇതിൻ്റെ വെയിറ്റ് mg എന്നുണ്ട്. നിങ്ങൾ മാസ് m ആണെങ്കിൽ വെയിറ്റ് mg ആണ്. m ഇവിടെ എത്രയാ? 3 ആണെങ്കിൽ ജിയുടെ വാല്യൂ 10 എടുത്തോളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ന്യൂട്ടൺ. അപ്പോൾ ഈ 30 ന്യൂട്ടൺ ഫോഴ്സ് താഴേക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇത് താഴേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ റൈറ്റിലോട്ടായിരിക്കും. നിങ്ങൾ ഹൊറിസോണ്ടൽ മോഷൻ നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ ആക്സിലറേഷൻ താഴേക്കാന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കണ്ടേ? ആക്സിലറേഷനും ടെൻഷനും കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്താൽ ഇവിടുത്തെ ടെൻഷൻ ഇങ്ങോട്ടായിരിക്കും, ഇവിടുത്തെ ടെൻഷൻ ടി ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും, ഇവിടുത്തെ ടെൻഷനോ ടി ഇങ്ങോട്ടായിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് സ്ലൈഡിങ് മോഷനാണ്. സ്ലൈഡ് ചെയ്ത് ഒരു സർഫസിലൂടെ ഒരു ബോഡി സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ ഏതായിരുന്നു? സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഇത് മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സ്ലൈഡിങ് ഫ്രിക്ഷൻ എങ്ങോട്ടാണ്? ബാക്കോട്ടാണ്. സ്ലൈഡിങ് ഫ്രിക്ഷൻ F. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കണ്ടത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കണ്ടത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് F ഈസ് ഈക്വൽ, നിങ്ങൾ പഠിച്ചത് μn ആണ്. F ഈസ് ഈക്വൽ ടു μn. n നോർമൽ റിയാക്ഷൻ. ഈ കേസിലാണെങ്കിൽ n ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? mg എന്ന് എഴുതാം, പ്ലെയിൻ സർഫസ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? F ഈസ് ഈക്വൽ ടു μmg. അപ്പം മീ എത്രയാ? 0.04. എം എത്രയാ? 20. ജിയോ 10. അപ്പോൾ നമുക്കെന്ത് എഴുതാം? 8 ന്യൂട്ടൺ എന്ന് കിട്ടി അല്ലേ? 0.04 20 8. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് 8 ന്യൂട്ടൺ ആണ്. അതായത് ഇങ്ങോട്ടുള്ള ഈ ഫോഴ്സ് 8 ന്യൂട്ടൺ ആണ്. 8 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പം ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ കാണണമെങ്കിൽ ആദ്യമായിട്ട് ഈ ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ 20 കിലോഗ്രാം ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഏതാണ്? റൈറ്റിലോട്ടുള്ള ഫോഴ്സ് എന്നാൽ ഇവിടുത്തെ ടെൻഷനാണ് ടി. ഈ ടെൻഷന് ഫലമായിട്ടാണ് ഇത് മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റിലോട്ടുള്ള ഫോഴ്സ് ടെൻഷൻ ടി മൈനസ് ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ് എഫ്. അതല്ലേ ടോട്ടൽ ഫോഴ്സ്. അപ്പൊ ഇത് മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലെ ഫോഴ്സ് മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോഴ്സ്. അപ്പൊ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഫസ്റ്റ് ബോഡി, അതായത് 20 കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ ഇത് ആക്സിലറേഷൻ മുന്നോട്ടാണ്. ഇതിന് മേലെ ആക്ട് ഒരു ഫോഴ്സ് ടെൻഷനാണ്, രണ്ടാമത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം മാസ് ഇൻടു ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ടി മൈനസ് എഫ്. ഈ മാസ് എത്രയാ? 20. അപ്പൊ 20A ഇസ് ഈക്വൽ ടു ടെൻഷൻ ടി മൈനസ് എഫ്. എഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് 8, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ആക്സിലറേഷൻ ടെൻഷൻ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ബോഡി എടുക്കുന്നു. സെക്കൻഡ് ബോഡി 3 കിലോഗ്രാം ബോഡി എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ 3 കിലോഗ്രാം ബോഡി ആണെങ്കിൽ മേലേക്ക് ടെൻഷൻ ഉണ്ട്, താഴേക്ക് ആക്സിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വെയിറ്റ് mgയും താഴേക്കാണ്. അപ്പൊ ഈ mg അല്ലെ m'(g). അപ്പൊ താഴേക്ക് മൂവ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് m ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ് m'(g) മൈനസ് മേലേക്കുള്ള ഫോഴ്സ് ടെൻഷൻ ടി. അപ്പൊ ഇതിന്റെ മാസ് 3 ആണെങ്കിൽ നമുക്ക് എഴുതാം 3A is equal to 3 into 10 30 minus t. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 + 2 gives 1ഉം 2 ആഡ് 1 20A
പ്ലസ് 3a 23a ഈക്വൽ ടു ടി മൈനസ് ടി ക്യാൻസൽ ചെയ്ത് പോയി, ടി മൈനസ് ടി, അതായത് ഇങ്ങനെ ടി മൈനസ് ടി ക്യാൻസൽ, പിന്നെ -8 + 30 -8 + 30 -8 + 30 പറഞ്ഞാൽ എന്താ വരിക? -8 + 30 പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം ഇടാം. അപ്പോൾ 30 നിന്ന് 8 കുറച്ചാൽ 22, വലുതിന് ചിഹ്നം പ്ലസ് ആണ്. അപ്പം -8 + 30 ആണ് 22. ഇത് 23a = 22 or a = 22/23 m/s². ദിസ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദിസ് സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിന് ആക്സിലറേഷൻ നമുക്ക് എത്ര കിട്ടി? ഈ സിസ്റ്റത്തിന് ആക്സിലറേഷൻ നമുക്ക് എത്ര കിട്ടി? 22/23. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 നമുക്ക് ടെൻഷൻ കാണാമല്ലോ. ഫ്രം ഇക്വേഷൻ 1 20 ആക്സിലറേഷൻ എത്രയാ? 20 × ആക്സിലറേഷൻ 22/23 = ടെൻഷൻ t -8. ഈ -8 ബാധ +8 ആവുമല്ലോ. 20 × 22 440, 440/23, 440/23, 44, 2 23, 1 23, 1 23, 23, ബാക്കി 21, 210, 8 23, 7 23, 7 23, 8 23, 9 23 ഉണ്ടോ? 9 180, 200, 9 23, 207, പിന്നെ ബാക്കി 3 30, 1 19 t -8. ഈ -8 കൊടുത്താൽ +8 ആവും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 19.1 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 27.1 ന്യൂട്ടൺ. ഇതാണ് ടെൻഷൻ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഇവിടെ ഞാൻ എങ്ങനെ ചെയ്ത പ്രോബ്ലം ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എ ബോഡി ഓഫ് മാസ് 20 kg ഈസ് പ്ലേസ്ഡ് ഓൺ എ പ്ലെയിൻ സർഫസ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എ സ്ട്രിംഗ് ആൻഡ് പാസസ് ഓവർ എ പുള്ളി. Another body of mass 3 kg is suspended at the other end. The coefficient of friction between the surface and the body is 0.04. What is acceleration and tension? അപ്പം ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് എങ്ങോട്ടാണ് ആക്സിലേറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ റൈറ്റിലോട്ടാണ് ആക്സിലേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. ഈ ആക്സിലേറ്റ് ചെയ്യാനുള്ള ഫോഴ്സ് ഏതാണ്? ഈ 3 kg ബോഡിയുടെ വെയിറ്റ് ആണ്, അതും കണ്ടുപിടിച്ചു. എന്നിട്ട് ടെൻഷനും അടയാളപ്പെടുത്തി. ഇനി ഇവിടെ ഇത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാ? μn ആണ്, അതും കണ്ടുപിടിച്ചു. μn എത്രയാണ്? 8 ന്യൂട്ടൺ. എന്നിട്ട് ഞാൻ ഈ ഫസ്റ്റ് ബോഡി എടുത്ത സമയത്ത് ഈ ഫസ്റ്റ് ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ 20 × a = റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റിലോട്ടുള്ള ഫോഴ്സ് മൈനസ് ലെഫ്റ്റിലുള്ള ഫോഴ്സ് t - f. അപ്പോൾ നമുക്ക് 20a = t - 8 ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇതേപോലെ ഇക്വേഷൻ 2 രണ്ടാമത്തെ ബോഡി എടുത്തു, 3 kg ബോഡി എടുത്തു. ഈ 3 kg ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് m' a = താഴേക്കുള്ള ഫോഴ്സ് മൈനസ് മേലേക്കുള്ള ഫോഴ്സ് m' g - t. m' വാല്യൂ 3 ആണ്. അപ്പോൾ 3a = g വാല്യൂ 10 ആണെങ്കിൽ 30 - t. ഇനി ഈ ഇക്വേഷൻ 1ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ ടെൻഷൻ ഒഴിവാകും. അപ്പോൾ 1ഉം 2ഉം ആഡ് ചെയ്ത സമയത്ത് a = 22/23 എന്ന് കിട്ടി. ആ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ 1 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദ ടെൻഷൻ. കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെൻഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രോബ്ലം ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ 3 പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിയത്. ഒറ്റ പ്രോബ്ലം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചാപ്റ്റർ അവസാന ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. A box of mass 40 kg lies in a trolley or truck. ഒരു ട്രക്കിലാണ്. ഒരു ട്രക്ക് എടുക്കുന്നു. ഈ ട്രക്കിൽ എന്ത് ചെയ്യുന്നു? റയർ സൈഡിൽ നിന്ന്, ഇതിൻ്റെ ബാക്കിൽ നിന്ന് 5 മീറ്റർ എവേ ആയിട്ട് 40 kg മാസുള്ള ഒരു ബോഡി വെച്ചു. A body of mass 40 kg is placed at a distance 5 meter away from the rear side of the truck. ഈ ട്രക്കിൻ്റെ റയർ സൈഡ് പിറകിൽ നിന്നുകൊണ്ട് 5 മീറ്റർ മുകളിലായിട്ട് 5 മീറ്റർ ഫ്രണ്ടിലായിട്ട് ഒരു ബോഡി വെച്ചു. The coefficient of friction between the body and the truck is 0.15. Now the truck starts
starting from rest and starts accelerating at the rate of 2 meter per second square. ഈ ട്രക്ക് മുന്നോട്ട് ആക്സിലേറ്റ് ചെയ്തു. എത്രയാണ്? 2 meter per second square ആക്സിലേറ്റ് മുന്നോട്ട്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റിൽ നിന്നുകൊണ്ട് മുന്നോട്ട് ആക്സിലേറ്റ് ചെയ്യുന്നു. ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് the distance covered by the truck at which the block on the truck falls down. അപ്പോൾ ഇത് താഴേക്ക് വീഴാൻ ആവശ്യം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഈ ബോക്സ് താഴേക്ക് വീഴുന്നത്? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രക്ക് മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പിറകോട്ട് ഒരു സ്യൂഡോ ഫോഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മുന്നോട്ടുള്ള ഒരു ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതേപോലെ പിറകോട്ട് ഒരു സ്യൂഡോ ആക്സിലറേഷൻ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇത് പിറകോട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പിറകോട്ടുള്ള മോഷന് ഒപ്പോസ് ചെയ്യുന്ന ആരാണ്? ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതായത് ഈ ബോഡി 40 കിലോഗ്രാം മാസുള്ള ബോഡി ഈ ട്രക്കിന്റെ സർഫസിലൂടെ സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ മോഷന് ഒപ്പോസ് ചെയ്യുന്നത് ഇവിടുത്തെ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യമായിട്ട് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ, നിങ്ങൾ പഠിച്ചത് മ്യൂ എം ജി എന്നാണ്, അല്ലെങ്കിൽ മ്യൂ എൻ. അതായത് എൻ ഈസ് ഈക്വൽ എം ജി ആയതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പ്രോബ്ലം ചെയ്തല്ലോ. അപ്പം മ്യൂ എം ജി, മ്യൂ എത്രയാ? 0.15 ഇൻറ്റു എം എത്രയാ? 40 ഇൻറ്റു ജി 10. അപ്പം നമുക്ക് കിട്ടുന്നത് 60 ന്യൂട്ടൺ. 0.15 ഇൻറ്റു 4 6 ഇൻറ്റു 10 60. അപ്പോൾ 60 ന്യൂട്ടൺ ഫോഴ്സാണ് മുന്നോട്ടുള്ളത്. പിറകോട്ടുള്ള ഫോഴ്സോ ഇവിടേക്കുള്ള ഫോഴ്സ്, ഇതിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ, മുന്നോട്ടുള്ള ആക്സിലറേഷൻ എത്രയാണോ അതേപോലത്തെ ഒരു സ്യൂഡോ ആക്സിലറേഷൻ പിറകോട്ടുണ്ട്. ആ പിറകോട്ടുള്ള സ്യൂഡോ ആക്സിലറേഷൻ എം എ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? സ്യൂഡോ ഫോഴ്സ് എം എ ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ന്യൂട്ടൺ. അപ്പൊ പിറകോട്ടുള്ള ഫോഴ്സ് 80 ന്യൂട്ടൺ ആണ്, മുന്നോട്ടുള്ള ഫോഴ്സോ 60 ന്യൂട്ടൺ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഈ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് പിറകോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഫോഴ്സ് മുന്നോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് ഫോഴ്സിന്റെ എഫക്റ്റ് ഉണ്ടെങ്കിലും ഇത് സാവധാനം പിറകോട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇത് മൂവ് ചെയ്ത് 5 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് വീഴുന്നത്. ഇത് 5 മീറ്റർ, ഈ ബ്ലോക്ക് സർഫസിലൂടെ 5 മീറ്റർ പിറകോട്ട് മൂവ് ചെയ്യുന്ന സമയത്തല്ലേ താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബ്ലോക്ക് ഈസ് ഈക്വൽ ടു എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ശരിയല്ലേ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പറഞ്ഞു എത്രയാണ് ഡിസ്പ്ലേസ് ചെയ്ത് താഴേക്ക് വീഴുന്നതിന് മുമ്പേ 5 മീറ്റർ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് യു ബി ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ ഫോഴ്സ് ഏതാണ്? മുന്നോട്ട്, അതായത് പിറകോട്ടുള്ള സ്യൂഡോ ഫോഴ്സ് മൈനസ്, ഇത് ബാക്കോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ പിറകോട്ടുള്ള സ്യൂഡോ ഫോഴ്സ് മൈനസ് ഫ്രണ്ടിലോട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നെറ്റ് ഫോഴ്സ് ആണെങ്കിൽ ഈ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലോ. ഒന്ന് സ്യൂഡോ ഫോഴ്സ് പിറകോട്ടാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് മുന്നോട്ടാണ്. അപ്പൊ നെറ്റ് രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ലാർജസ്റ്റ് ഫോഴ്സ് 80 മൈനസ് സ്മോളസ്റ്റ് ഫോഴ്സ് 60 divided by mass 40. That is equal to 20 by 40 equal to 0.5. Acceleration of the block is equal to 0.5 meter per second square. നമുക്ക് ആക്സിലറേഷൻ അല്ല കാണേണ്ടത്, നമുക്ക് കാണേണ്ടത് ഇത് 5 മീറ്റർ പിറകോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടി, അതേപോലെ ആക്സിലറേഷനും കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എത്ര ടൈം കൊണ്ടാണ് ഇത് താഴേക്ക് ഫോളോ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ടൈം കാണണമെങ്കിൽ എസ് ബി, അതായത് 5 മീറ്റർ ഈസ് ഈക്വൽ ടു u0 ആയതുകൊണ്ട് 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാ? 0.5 ഇൻറ്റു ടി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ, ഇത് മൊത്തം 0 ആയിപ്പോയി. 10 ബൈ 0.5 എന്ന് പറഞ്ഞാൽ 100 20 ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ ടി ഈസ് ഈക്വൽ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടിയ എത്രയാണ്? 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടിയത്.
അപ്പം ഇത് 5 മീറ്ററാണ് കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് യു ഹാഫ് ഇൻറ്റു 0.5t², അല്ലേ, ഹാഫ് AT². ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയത് നമുക്ക്? 5 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു t പ്ലസ് ഹാഫ് ഇൻറ്റു A 0.5 ആണല്ലേ. 22/1/2 1/2 തന്നെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ടീൻ്റെ വാല്യൂ കാണാം. t² 20 ആണെങ്കിൽ t ഈസ് ഈക്വൽ, അല്ലെങ്കിൽ t² വാല്യൂനെ കണക്കട്ടെ. t² 20 കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഈ ടൈം കൊണ്ട് തന്നെയാണ്, അതായത് ഈ ബ്ലോക്ക് പിറകോട്ട് മൂവ് ചെയ്ത് അത്ര ടൈം കൊണ്ട് ഈ ട്രക്ക് മുന്നോട്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത പോലെ, അതായത് ഈ ബ്ലോക്ക് ഇങ്ങനെ ബാക്കോട്ട് മൂവ് ചെയ്ത് ഇവിടെ വീഴുമ്പോഴേക്ക് അതേ ടൈം തന്നെയാണ് ഈ ട്രക്ക് മുന്നോട്ട് മൂവ് ചെയ്തത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ട്രക്ക് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് ആക്സിലറേഷൻ ഓഫ് ദി ട്രക്ക് t². ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അറിയേണ്ടത് u സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. പ്ലസ് ഹാഫ് ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഓഫ് ദി ട്രക്ക്. ട്രക്കിന്റെ ആക്സിലറേഷൻ എത്രയാ? 2 ഇൻറ്റു t² എത്രയാ? t² 20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് 20 മീറ്റർ. 2 കിട്ടി. അപ്പം ഈ ബ്ലോക്ക് പിറകോട്ട് വീഴുന്നതിന് മുമ്പേ ആയിട്ട് ട്രക്ക് 20 മീറ്റർ ട്രാവൽ ചെയ്തപ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ ബ്ലോക്ക് ബാക്കോട്ട് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്താണ്? ഈ ബ്ലോക്കാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്തത്. ആ ബ്ലോക്ക് ഇവിടെ തന്നെ ആവശ്യമായ ടൈമാണ് കണ്ടുപിടിച്ചത്, താഴേക്ക് വീഴാൻ ആവശ്യമായ ടൈം. ആ ടൈം കൊണ്ട് ട്രക്ക് എത്ര ഓടി നോക്കിയാൽ പോരെ? അപ്പോൾ ആ ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഈ ബ്ലോക്കിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കണ്ടുപിടിച്ചു. ഒരു ഫോഴ്സ് പിന്നെ ഏതാ? സ്യൂഡോ ഫോഴ്സ്, ബാക്കോട്ടുള്ള ഫോഴ്സും. രണ്ടാമത്തത് ഏത് ഫോഴ്സാണ്? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും ആണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ നോക്കിയാൽ ഇത് 80 ന്യൂട്ടൺ ആണ് ബാക്കോട്ടുള്ള ഫോഴ്സ്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് 60 ന്യൂട്ടൺ ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്ക് ആണെങ്കിൽ ടോട്ടൽ ഫോഴ്സ്, ഒരു ഫോഴ്സ് ബാക്കോട്ടുണ്ട് ഒരു ഫോഴ്സ് മുന്നോട്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ലാർജസ്റ്റ് ഫോഴ്സ് മൈനസ് സ്മോളസ്റ്റ് ഫോഴ്സ്, ദാറ്റ് ഈസ് 80 മൈനസ് 60 ബൈ മാസ് 40 ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്ക് 0.5 കിട്ടി. പിന്നെയോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബ്ലോക്ക്. ഈ ബ്ലോക്ക് താഴേക്ക് വീഴാൻ എത്ര ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്? ട്രക്കിന്റെ സർഫസിലൂടെ 5 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് 5. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ച് ടൈം കണ്ടുപിടിച്ചു. t² കിട്ടി. t² വാല്യൂ 20. അത് ബ്ലോക്കിന്റെ മോഷൻ എടുത്തു. ഇനി ഇതേ ടൈം, അതായത് ഈ ബ്ലോക്ക് താഴേക്ക് വീഴാൻ ആവശ്യമായ ടൈം കൊണ്ട് ഈ ട്രക്ക് എത്ര ട്രാവൽ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? ഈ ബ്ലോക്ക് വീഴാൻ ആവശ്യമായ ടൈം, അതായത് വീഴുന്ന സമയം, ആ ടൈം കൊണ്ട് എത്ര ട്രക്ക് ട്രാവൽ ചെയ്തു അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ട്രക്ക് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT². ഇവിടെ u0 ആണ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദി ട്രക്ക്, അതിന് ക്വസ്റ്റ്യൻ തന്നതാണ് 2 ഇൻറ്റു t² 20 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ. അപ്പോൾ 20 മീറ്റർ മുന്നോട്ട് മൂവ് ചെയ്തപ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ ബ്ലോക്ക് ട്രക്കിൽ നിന്ന് താഴെ വീണിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഈ പ്രോബ്ലം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ അഡീഷണൽ എക്സസൈസിലുള്ളതാണ്. അപ്പോൾ ശരിക്കും ചെയ്ത് നോക്കണം. ഇത് കറക്റ്റ് ചെയ്ത് വീണ്ടും മനസ്സിലാക്കണം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലാർ ലെവൽ റോഡ്. സർക്കുലാർ ലെവൽ റോഡിലൂടെ ഒരു കാർ മൂവ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ മോഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് സർക്കുലാർ മോഷൻ എന്താണെന്ന് അറിയണം. എന്താ സർക്കുലാർ മോഷൻ? സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സർക്കുലാർ പാത്ത്. ഇതൊരു സർക്കുലാർ പാത്തിലൂടെ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് സർക്കുലാർ മോഷനാണ്. നിങ്ങളൊരു നൂലിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ വട്ടം കറക്കുകയാണെങ്കിൽ ആ കല്ലിൻ്റെ മോഷൻ സർക്കുലാർ മോഷനാണ്. അപ്പം ഈ സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സർക്കുലാർ പാത്ത്. ഒരു ബോഡി സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിന് സെൻറ്ററിലേക്ക്, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഒരു അഭികേന്ദ്ര ബലം, ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഒരു ബോഡിക്ക് സർക്കുലാർ പാത്ത് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആ സ്റ്റോൺ, ആ കല്ല് നിങ്ങൾ നൂലിൻ്റെ അറ്റത്ത് കെട്ടി കറക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നൂല് പൊട്ടിപ്പോകുന്നത് അതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആ കല്ല് സർക്കുലാർ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് തെറിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ഈ കല്ലിന് എന്ത് ചെയ്യുന്നുണ്ട്? സെൻറ്ററിലേക്ക് ആര് ആകർഷിക്കുന്നുണ്ട്? ആര് അട്രാക്ട് ചെയ്യുന്നുണ്ട്? ഈ നൂല്.
അപ്പോൾ ഈ നൂല് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെറ്റ് അംബ്രല്ല, നനഞ്ഞ ഇങ്ങനെ കറക്കിയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ആ കുടമേലുള്ള അംബ്രല്ലയുടെ മേലുള്ള വാട്ടറൊക്കെ തെറിച്ചു പോകും. എന്തേ കാരണം? അതിനാവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അതേസമയത്ത് നിങ്ങൾ ആ കുടയുടെ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും ബോഡി സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കുടയുടെ കൂടെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം ഇവിടെ ഏതൊരു ബോഡിയാണെങ്കിലും ഒരു ബോഡിക്ക് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ, ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി സെൻട്രിപെറ്റൽ ഫോഴ്സ് നോ ബോഡി ക്യാൻ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത്. അതായത് അഭികേന്ദ്ര ബലം, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇല്ലാതെ ഒരു ബോഡിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്തേ കണ്ടീഷൻ വന്നത്? ഇറ്റ് മസ്റ്റ് റിക്വയർ എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇതിന് നിർബന്ധമായിട്ടും എന്ത് വേണം? സെൻട്രലിലേക്ക് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പം ഇവിടെ ഈ ബോഡി ഇങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ സെൻട്രലിലേക്കുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ്. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mv²/r എന്ന് പഠിച്ചിട്ടുണ്ടാവും. അഭികേന്ദ്ര ബലം F ഈസ് mv²/r. ഇതിന്റെ കറക്റ്റ് ഡെറിവേഷൻ മോഷന്റെ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ. സെൻട്രിപെറ്റൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mv²/r. ഓക്കെ, അപ്പം ഒരു ബോഡിക്ക് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് റിക്വയർ എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്ത് വേണം? ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എത്രയാ? mv²/r. എന്താണ് m? മാസ് ഓഫ് ദി ബോഡി. ഈ ബോഡിയുടെ മാസ്സാണ് m. വിയോ വെലോസിറ്റി ഓഫ് ദി ബോഡി. ഈ ബോഡിയുടെ വെലോസിറ്റിയാണ് v. r എന്ന് പറഞ്ഞാലോ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് എന്ത്? r. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സെൻട്രിപെറ്റൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mv²/r. ഇനി നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡ്. ഒരു സർക്കുലർ ലെവൽ റോഡ് എടുക്കുന്നു. ഈ സർക്കുലർ ലെവൽ റോഡിലൂടെ ഈ കാറിന് മൂവ് ചെയ്യണമെങ്കിൽ, ഒരു കാർ ഇങ്ങനെ സർക്കുലർ ലെവലിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ, ഒരു സർക്കുലർ ലെവൽ റോഡിലൂടെ ഒരു കാറിന് മൂവ് ചെയ്യണമെങ്കിൽ അത് സർക്കുലർ പാത്താണെങ്കിൽ ഇറ്റ് മസ്റ്റ് റിക്വയർ എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പം ഇവിടെ ആരാണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ കാർ എടുക്കുകയാണെങ്കിൽ, കാറൊന്ന് വരച്ചു നോക്കുക. എനിക്ക് വരയ്ക്കാൻ അറിയില്ല. കാറ് ഒന്ന് വരച്ചു നോക്കുക. കാറിൻ്റെ മേൽഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറ് പോവുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ശ്രദ്ധിച്ചോ. ഇങ്ങനെയാണ് നമ്മുടെ കാറിൻ്റെ ക്രോസ് സെക്ഷൻ. ഇത് കാറാണ്. അപ്പോൾ ഈ കാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ, കാർ ഇങ്ങനെ പോകുന്നത് ഞാൻ ക്രോസ് സെക്ഷൻ എടുത്തു. അപ്പോൾ ഇതൊരു പ്ലെയിൻ സർഫസിലാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് mg താഴേക്കാണ്. ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ n മേലേക്കാണ്. പിന്നെ അതേപോലെ ഈ കാർ ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് ഇതെപ്പോഴും എങ്ങോട്ടാ തെറിച്ചു പോവുക? പുറത്തേക്കല്ല തെറിച്ചു പോവുക. സർക്കുലർ പാത്ത് പുറത്തേക്ക് തെറിച്ചു പോവുക. അങ്ങനെ പുറത്തേക്ക് തെറിച്ചു പോവുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെ, അതായത് ഇങ്ങനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻട്രലിലേക്കാണ് എന്തുള്ളത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. That is, when a car is moving along a circular level road, required centripetal force is required centripetal force is provided by required centripetal force is provided by the frictional force. Frictional force provided. അപ്പോൾ സർക്കുലർ ലെവൽ റോഡിലൂടെ ഒരു കാറിന് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രമാണ് സർക്കുലർ പാത്ത് മൂവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് കൊടുക്കുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നു. ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചത് mv²/r. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. ആര് പ്രൊവൈഡ് ചെയ്യുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇത് സർക്കുലർ പാത്ത് മൂവ് ചെയ്യുന്നത്.
And also upward force must be equal to downward force. മേലേക്കുള്ള ഫോഴ്സ് N, that is equal to താഴേക്കുള്ള ഫോഴ്സ് mg. N is equal to mg. അപ്പോൾ F by N എടുത്താൽ F by N is equal to പറയൂ mv square by r by mg. m കട്ട് ചെയ്തു. അപ്പോൾ ഈ ജി മേലേക്ക് പോകുമല്ലോ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു 1/g അല്ലെ വി സ്ക്വയർ ബൈ ആർ ജി. ഇതാണ് എഫ് ബൈ എൻ. വാട്ട് ഈസ് എഫ് ബൈ എൻ? ബട്ട് എഫ് ബൈ എൻ ഈസ് ഈക്വൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എഫ് ബൈ എൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി or v square is equal to mu rg or v is equal to root of mu rg. This is the maximum possible speed on a circular level road. ഒരു സർക്കുലർ ലെവൽ റോഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ പോസിബിൾ ആയ മാക്സിമം വെലോസിറ്റി ആണ് റൂട്ട് ഓഫ് mu rg. If the velocity of the body is greater than root mu rg, that will be എന്താ സംഭവിക്കുക? റൂട്ട് mu rgയേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുന്നത്? അത് കറക്റ്റ് ടേൺ ചെയ്യാൻ പറ്റില്ല, ഓവർ ടേണിങ്. എന്താ ഓവർ ടേണിങ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തെറിച്ചു പോകും. സോ ടു മൂവ് എ car on a circular level road, velocity of the car must be less than or equal to root of mu rg. അപ്പോൾ maximum possible velocity എത്രയാണ്? root mu rg ആണ്. If the velocity is greater than mu rg, mu rg യേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? then overturning എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പം ഇവിടെ സർക്കുലർ ലെവൽ റോഡിലൂടെ മൂവ് ചെയ്യാവുന്ന മാക്സിമം സ്പീഡാണ് എത്ര? വി ഈക്വൽ റൂട്ട് ഓഫ് mu rg. റൂട്ട് mu rg ആണ് മാക്സിമം പോസിബിൾ സ്പീഡ്. അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഓവർ ടേണിംഗ് ആണ്, തെറിച്ചു പോകും. അപ്പോൾ സർക്കുലർ ലെവൽ റോഡിലൂടെ ഒരു കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് റിക്വയർഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്തത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? മാക്സിമം പോസിബിൾ സ്പീഡ് സർക്കുലർ ലെവൽ റോഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് mu rg. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. എ കാർ അപ്രോച്ചസ് എ ടേൺ, ഒരു ടേണിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നു, ഓഫ് റേഡിയസ്, അല്ലെങ്കിൽ എ ബൈസിക്കിൾ, എ സൈക്ലിസ്റ്റ് ഈസ് മൂവിങ് അലോങ് എ കർവ്ഡ് റോഡ് ഓഫ് റേഡിയസ് 20 മീറ്റർ റേഡിയസുള്ള 20 മീറ്റർ റേഡിയസുള്ള ഒരു സർക്കുലർ പാത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു സൈക്ലിസ്റ്റ് മൂവ് ചെയ്യുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 18 km/h. 18 km/h വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡസ് ഹി ക്യാൻ ടേൺ ദി ബെൻഡ്? ആ ബെൻഡ് ടേൺ ചെയ്യാൻ അവന് കഴിയുമോന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ബെൻഡ് ടേൺ ചെയ്യാൻ അവന് കഴിയുമെങ്കിൽ ആദ്യം ഇപ്പം അവൻ്റെ സ്പീഡ് നോക്കണം. ആ സൈക്ലിസ്റ്റിൻ്റെ സ്പീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് mu rg ആണെങ്കിൽ കറക്റ്റായിട്ട് ടേൺ ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ ദാൻ റൂട്ട് mu rg ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഓവർ ടേണിങ്, ദാറ്റ് കനോട്ട് ബി കറക്റ്റായിട്ട് ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യമായിട്ട് വെലോസിറ്റി ഓഫ് ദി സൈക്ലിസ്റ്റ് 18 km/h മാറ്റുമ്പം ഇൻറ്റു 5/18, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 m/s. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി സൈക്ലിസ്റ്റ് ഈസ് ഈക്വൽ ടു 5 m/s. ഇവിടെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് റോഡ് ഈസ് 0.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ 0.2 ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാക്സിമം പോസിബിൾ സ്പീഡ് എത്രയാ? മാക്സിമം പോസിബിൾ സ്പീഡ് വി മാക്സ് സി, ഇത് വെലോസിറ്റി ഓഫ് കാർ, മാക്സിമം പോസിബിൾ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് mu rg. റൂട്ട് ഓഫ് mu എത്രയാ? 0.2 ഇൻറ്റു റേഡിയസ് എത്രയാ? 20 ഇൻറ്റു g 10, ദാറ്റ് ഈസ് ഈക്വൽ എത്രയാ? 0.2 into 10, 0.2 to 20, 40, root 40. റൂട്ട് 40 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? ദാറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് 40 6.6 സംതിങ്. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി സൈക്ലിസ്റ്റ് എത്രയാ? 5 ആണ്. മാക്സിമം പോസിബിൾ സ്പീഡ് എത്രയാണ്? 6. സോ ദ വെലോസിറ്റി ഓഫ് ദി സൈക്ലിസ്റ്റ് ഈസ് ലെസ് ദാൻ വെലോസിറ്റി മാക്സിമം പോസിബിൾ സ്പീഡ്. ഈ മാക്സിമം പോസിബിൾ സ്പീഡിനേക്കാൾ കുറവായതുകൊണ്ട് ദാറ്റ് സൈക്ലിസ്റ്റ് ക്യാൻ ടേൺ, കറക്റ്റായിട്ട് ടേൺ ചെയ്യാൻ കഴിയും. അപ്പം ഇവിടെ ഇങ്ങനത്തെ പ്രോബ്ലം എന്നാൽ ആദ്യമായിട്ട് വെലോസിറ്റി ഓഫ് സൈക്ലിസ്റ്റ് കാണാം.
പിന്നെയോ മാക്സിമം പോസിബിൾ സ്പീഡ് റൂട്ട് മ്യൂ ആർ ജി. എന്നിട്ട് ഈ തന്നിരിക്കുന്ന സൈക്ലിസ്റ്റിന്റെ വെലോസിറ്റി റൂട്ട് മ്യൂ ആർ ജിനേക്കാൾ കൂടുതലാണെങ്കിൽ ഓവർ ടേണിംഗ് എന്ന് പറഞ്ഞു, കുറവാണെങ്കിലും ഈക്വൽ ആണെങ്കിലും കറക്റ്റായിട്ട് ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയേ, സൈക്ലിസ്റ്റിന്റെ വെലോസിറ്റി 5 മീറ്റർ/സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ഇവിടെ മാക്സിമം പോസിബിൾ എത്ര ഉണ്ട്? 6.6 പോസിബിൾ ആണ്. അപ്പോൾ 6.6 പോസിബിൾ ആണ്, അതിനേക്കാൾ കുറവാണ് നമ്മുടെ സൈക്ലിസ്റ്റിന്റെ വെലോസിറ്റി. ദാറ്റ് ഈസ് വൈ ദാറ്റ് സൈക്ലിസ്റ്റ് ക്യാൻ ഈസിലി ടേൺ ദ ബെൻഡ്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബെൻഡ് ടേൺ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? അവിടുത്തെ മാക്സിമം വെലോസിറ്റിയേക്കാൾ കുറവാണ് ആരുടെ വെലോസിറ്റി? ഈ സൈക്ലിസ്റ്റിന്റെ വെലോസിറ്റി. ഓക്കെ, അപ്പം ഇങ്ങനെ സർക്കുലർ ലെവൽ റോഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം സ്പീഡ് കിട്ടി. ഇനി നിങ്ങൾ ബൈക്കിലൊക്കെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സർക്കുലർ പാത്തിലാണെങ്കിൽ ബൈക്കൊന്ന് എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ചരിച്ചു കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടി ഇങ്ങനെ ചരിച്ചു കൊടുക്കുന്നത്? ഈ ചരിച്ചു കൊടുക്കുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ബൈക്കൊക്കെ ആണെങ്കിലും സൈക്ലിസ്റ്റ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് ചരിച്ചു കൊടുക്കാൻ പറ്റും. അതേസമയത്ത് കാറാണെങ്കിലോ, കാറിന് നമുക്ക് ചരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവിടെ സ്പീഡിൽ, അതായത് മോർ സ്പീഡിൽ ടേൺ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ റേസിംഗ് കണ്ടുണ്ടാവും, വളരെ സ്പീഡിൽ ടേൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബൈക്കൊക്കെ വളരെ ഒരുപാട് ചരിച്ചിട്ടുണ്ടാവും. എന്തിനാ ഇങ്ങനെ ചരിക്കുന്നത്? കൂടുതൽ ചരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കൂടുതൽ സ്പീഡ് പോകാൻ പറ്റും. കാറിന് ചരിക്കാൻ പറ്റുമോ? ഇല്ല, കാറിന് ഇങ്ങനെ ചരിക്കാൻ പറ്റൂല. അങ്ങനത്തെ സമയത്ത് എന്താ ചെയ്യാറുള്ളത്? കാറൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ സർക്കുലർ റോഡാവുന്ന സമയത്ത് നമ്മുടെ ബാങ്കിങ് ഓഫ് കർവ് റോഡ് അല്ലെങ്കിൽ ബാങ്ക്ഡ് റോഡ് എന്ന് പറയും. സിമ്പിളായിട്ട് ബാങ്ക്ഡ് റോഡ് ഓർ ബാങ്കിങ് ഓഫ് കർവ് റോഡ്. എന്താ ബാങ്കിങ് ഓഫ് കർവ് റോഡ് എന്ന് പറഞ്ഞാൽ, അവിടെ ഡെത്ത് വെൽ, മരണക്കിണർ കണ്ടിട്ടുണ്ടോ? കണ്ടവരുണ്ടാവുമല്ലോ അല്ലേ? അത് മൂവ് ചെയ്യുന്ന പാത്രം നന്നായി ചരിഞ്ഞിട്ടുണ്ടാവുക. എന്തിനാ ഇങ്ങനെ ചരിച്ചുണ്ടാക്കുന്നത്? ആ ചരിഞ്ഞ പ്രതലത്തിലൂടെ വളരെ സ്പീഡിൽ ബൈക്കും കാറും പോകുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാ? അവിടെ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചരിച്ചുണ്ടാക്കിയതാണ്. അപ്പം ബാങ്ക്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഓരോ ടേണിങ്ങിലും എന്ത് ചെയ്യുന്നു? ഔട്ടർ എഡ്ജ് കുറച്ച് തിക്കായിട്ടും ഇന്നർ എഡ്ജ് തിന്നായിട്ടും എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ട് ചെയ്യുന്നു. നിങ്ങൾ പിന്നെ ചുരത്തിലുള്ള ഹെയർ പിൻ വളവ് കണ്ടിട്ടില്ലേ? ഹെയർ പിൻ ശ്രദ്ധിച്ച് നോക്ക്. ഔട്ടർ എഡ്ജ് കുറച്ച് പൊങ്ങിയിട്ടുണ്ടാവുക, ഇന്നർ എഡ്ജ് താഴ്ന്നിട്ടുണ്ടാവുക, അതെല്ലാം. അപ്പോൾ നിങ്ങൾ ഏത് ടേണിങ് നോക്കുകയാണെങ്കിലും എല്ലാത്തിൻ്റെയും ഔട്ടർ എഡ്ജ് കുറച്ച് പൊക്കുണ്ടാവും, അതേപോലെ ഇന്നർ എഡ്ജ് കുറച്ച് താഴ്ന്നെങ്കിൽ ചരിച്ചുണ്ടാക്കും. റോഡിന് ചെറിയൊരു ചരിവുണ്ടാവും. എന്തിനാ ഇങ്ങനെ ചരിഞ്ഞ റോഡുണ്ടാക്കുന്നത്? ഈ ചരിഞ്ഞ റോഡുണ്ടാക്കുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് കുറച്ചുകൂടി സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കാറിന് ഈ റോഡിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം പോസിബിൾ സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് റോഡ് എന്താ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. അപ്പോൾ ഒരു ബാങ്ക്ഡ് റോഡിലൂടെ സർക്കുലർ റോഡാണ്. ഈ സർക്കുലർ റോഡിനെ ശ്രദ്ധിച്ചോ, ഇങ്ങനെ കുറച്ച് ശ്രദ്ധിച്ചോ, ഔട്ടർ എഡ്ജ് കുറച്ച് തിക്കായിട്ടും ഇന്നർ എഡ്ജ് തിന്നായിട്ടും കൺസ്ട്രക്ട് ചെയ്തു. ഇതാണ് ഏത് റോഡ്? ബാങ്ക്ഡ് റോഡ്. ഈ ബാങ്ക്ഡ് റോഡിലൂടെ ഒരു കാറ് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ കാറ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു കാറ് ഇതിലൂടെ ബാങ്ക്ഡ് റോഡിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മാക്സിമം പോസിബിൾ സ്പീഡ് കാണണം. നോക്കിക്കോളൂ, ഇത് ആംഗിൾ തീറ്റയാണ്, ഇൻക്ലിനേഷൻ. പിന്നെ കാറിന് ക്രോസ് സെക്ഷൻ മാത്രമേ വരയ്ക്കുന്നു. ഈ കാറ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ കാറിന് ശ്രദ്ധിച്ച് വെയിറ്റ് mg താഴേക്കുണ്ടാവും. ഇതിന് മേലെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, സർഫസിന് നോർമലായിട്ട് ഒരു റിയാക്ഷൻ. ഇതാണ് നോർമൽ റിയാക്ഷൻ n. അപ്പോൾ ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് ഇത് ഓവർ ടേണിംഗ് ആണെങ്കിൽ പുറത്തേക്ക് തെറിച്ചു പോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകാൻ ചാൻസ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഓവർ ടേണിംഗ് വന്ന സമയത്താണെങ്കിൽ ഇത് പുറത്തേക്കാണ് പോവുക. ആ പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ഇതിങ്ങനെ സർക്കുലർ റോഡാണെങ്കിൽ ഇതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് mv²/r വേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലേക്കാണ്. ഈ mv²/r ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അറിയേണ്ടത്. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ഈ ഫ്രിക്ഷനെ 2 കോമ്പണൻ്റ് ആക്കി മാറ്റുന്നു. 2 കോമ്പണൻ്റ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കുമല്ലോ. ഇത് തീറ്റയാണെങ്കിൽ ഇവിടുത്തെ ഈ കോമ്പണൻ്റ് എപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിൽ ആംഗിളിൻ്റെ അടുത്തുള്ള കോമ്പണൻ്റ് f cos തീറ്റയാണ്. ആംഗിൾ ഓപ്പോസിറ്റ് സൈഡിലെ കോമ്പണൻ്റ് f sin തീറ്റയാണ്. അത് കിട്ടി നമുക്ക്. അതേപോലെ നമ്മുടെ എന്നിനെ നമുക്കൊന്ന് റിസോൾവ് ചെയ്താലോ. എന്നെ റിസോൾവ് ചെയ്താൽ ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റും.
ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതായിരിക്കും തീറ്റ. അതെങ്ങനെ? ഈ ബ്ലൂ ലൈന് പെർപെൻഡിക്കുലർ ആണ് ആര്? ഈ റെഡ് ലൈൻ. ഈ റെഡ് ലൈന് പെർപെൻഡിക്കുലർ ആണ് ആര്? ഈ ബ്ലാക്ക് ലൈൻ. അപ്പൊ രണ്ട് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലേഴ്സ് ഉണ്ടാക്കുന്ന ആംഗിളും എന്ത് തന്നെയായിരിക്കും? തീറ്റയായിരിക്കും. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ കോമ്പണന്റ് എൻ കോസ് തീറ്റയാണ്. ഇതോ ആംഗിൾ ഓപ്പോസിറ്റ് ആയുള്ള കോമ്പണന്റ് എൻ സൈൻ തീറ്റയാണ്. അപ്പൊ ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ റിസോൾവ് ചെയ്തു എഫ് കോസ് തീറ്റ എഫ് സൈൻ തീറ്റ. നോർമൽ റിയാക്ഷൻ റിസോൾവ് ചെയ്തു എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് വെയിറ്റ് എം ജി ആണ്, രണ്ട് നോർമൽ റിയാക്ഷൻ ആണ്, മൂന്ന് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഈ മൂന്ന് ഫോഴ്സും ഓക്കെ. അപ്പോൾ ഏതൊക്കെ ഫോഴ്സാണ്? വെയിറ്റ്, നോർമൽ റിയാക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും നോർമൽ റിയാക്ഷൻ ഞാൻ റിസോൾവ് ചെയ്തു ബൈ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. റിസോൾവ് ചെയ്താൽ ശ്രദ്ധിക്കുക, ഇതിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻട്രലിലേക്കാണ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് mv²/r ഈസ് പ്രൊവൈഡഡ് ബൈ ദി കോമ്പണന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു കോമ്പണന്റും അതേപോലെ തന്നെ നോർമൽ റിയാക്ഷൻ കോമ്പണന്റ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കോമ്പണന്റ് എത്രയാണ്? എഫ് കോസ് തീറ്റ പ്ലസ് നോർമൽ റിയാക്ഷൻ അതോ എൻ സൈൻ തീറ്റ. ഇക്വേഷൻ നമ്പർ 1. But centripetal force is provided by the component of frictional force and component of normal reaction. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിന് കോമ്പണന്റും അതേപോലെ നോർമൽ റിയാക്ഷന് കോമ്പണന്റും കൂടിയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. And also upward force is equal to downward force. Upward force ഏതാ? n cos theta equal to downward force mg plus f sin theta. ശരിയല്ലേ? ഇതിനെ കൂടെ എടുത്താൽ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ എം ജി ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഇവ ശരിക്കും ശ്രദ്ധിക്കണേ. ഒന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? കോമ്പണന്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് കോസ് തീറ്റ ആൻഡ് നോർമൽ റിയാക്ഷൻ എൻ സൈൻ തീറ്റ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കിട്ടി, 1ഉം 2ഉം കിട്ടി. ജസ്റ്റ് ഇക്വേഷൻ 1/2 ചെയ്താൽ എന്താ കിട്ടുക? 1/2 ചെയ്താൽ mv²/r by mg equal to f cos theta plus n sin theta by n cos theta minus f sin theta. എമ്മും എമ്മും കട്ട് ചെയ്തു. അപ്പോൾ v²/r by g ആണ്, v²/r g ആയി. ഇനി ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് RHS. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഓഫ് RHS വിത്ത് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? വിത്ത് n cos theta. n cos theta ഡിവൈഡ് ചെയ്യുന്നു. n cos theta ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് കിട്ടിയത് v²/r g ആയിട്ട് മാറി. ഈക്വൽ ടു ഫസ്റ്റ് ടേം f cos theta by n cos theta പ്ലസ് ഇതിനെ ഡിവൈഡ് ചെയ്താൽ n sin theta by n cos theta ഹോൾ ഡിവൈഡഡ് ബൈ, അതായത് ഓരോ ടേമിനെയും n cos theta ഡിവൈഡ് ചെയ്യാം. ഇനി ഈ n cos theta ഡിവൈഡ് ചെയ്യുന്നു ആരെ കൊണ്ട്? n cos theta ഡിവൈഡഡ് ബൈ n cos theta മൈനസ് f sin theta by n cos theta. ശ്രദ്ധിക്കുക, cos theta cos theta കണ്ടു. വാട്ട് ഈസ് f by n? ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ പ്ലസ് എന്നും പോയാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആരാ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ കട്ട് ചെയ്യുക, ബാക്കി 1 മൈനസ് എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബൈ എൻ ഈസ് ഈക്വൽ ടു മ്യൂ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? v²/r g is equal to mu plus tan theta divided by 1 minus mu tan theta. അപ്പോൾ v² is equal to
ഈ ആർ ജി കൊണ്ടുപോയാൽ ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇത് വി സ്ക്വയർ ആണെങ്കിൽ മാക്സിമം പോസിബിൾ സ്പീഡ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. This is the maximum possible speed on a circular banked road. അപ്പോൾ ബാങ്ക്ഡ് റോഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എത്ര കിട്ടി? വി സി റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ബോഡി സർക്കുലർ, ഒരു കാറ് സർക്കുലർ ലെവൽ റോഡിൽ മൂവ് ചെയ്യുന്നു. ബാങ്ക് റോഡിൽ മൂവ് ചെയ്യുന്നു. ബാങ്ക് റോഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്ന് mg താഴേക്കാണ്, 2 ഈ സർഫസിന് നോർമലായിട്ട് നോർമൽ റിയാക്ഷൻ ആണ്, 3 സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഇവിടെ നോർമൽ റിയാക്ഷൻ ആയിട്ട് റിസോൾവ് ചെയ്തു n കോസ് തീറ്റയും n സൈൻ തീറ്റയും. അതേപോലെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും റിസോൾവ് ചെയ്തു f കോസ് തീറ്റയും f സൈൻ തീറ്റയും. ഇങ്ങനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് സെൻട്രലിലേക്കാണ്. ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി കോമ്പണന്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന് കോമ്പണന്റും അതേപോലെ തന്നെ കോമ്പണന്റ് ഓഫ് നോർമൽ റിയാക്ഷന് കോമ്പണന്റും, ഈ 2 കോമ്പണന്റ് ആണ് എന്ത് ചെയ്യുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ സെൻട്രിപിറ്റൽ ഫോഴ്സ് 2 കോമ്പണന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, 2 കോമ്പണന്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? mv സ്ക്വയർ ബൈ ആർ ഇസ്ക്വൽ എഫ് കോസ് തീറ്റ പ്ലസ് n സൈൻ തീറ്റ. ഇനി അത് മാത്രം പോരാ, മേലേക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും ഈക്വൽ ആവണം. മേലേക്കുള്ള ഫോഴ്സ് എത്രയാ? n കോസ് തീറ്റയാണ്. താഴേക്കുള്ള ഫോഴ്സോ mg ഉണ്ട്, പിന്നെ ആരുണ്ട്? f സൈൻ തീറ്റ ഉണ്ട്. mg പ്ലസ് f സൈൻ തീറ്റ. ഇത് ഞാൻ f സൈൻ തീറ്റ സൈഡ് മാറ്റിയപ്പോൾ n കോസ് തീറ്റ മൈനസ് f സൈൻ തീറ്റ ഈക്വൽ mg. അല്ല തിരിച്ചെഴുതിയാൽ mg ഈസ് ഈക്വൽ ടു n കോസ് തീറ്റ മൈനസ് f സൈൻ തീറ്റ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ജസ്റ്റ് ഇക്വേഷൻ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് mv സ്ക്വയർ ബൈ ആർ ബൈ mg ഈസ് ഈക്വൽ f കോസ് തീറ്റ പ്ലസ് n സൈൻ തീറ്റ ബൈ n കോസ് തീറ്റ മൈനസ് f സൈൻ തീറ്റ. ഇവിടെ m നെ കട്ട് ചെയ്തു. ഇനി ഈ ആർ എച്ച് എസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഓരോ ടേമിനെ n കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ടൈമും n കോസ് തീറ്റ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇവിടെ നോക്കി n കോസ് തീറ്റ ഈ കോസും കട്ട് ചെയ്ത് f ബൈ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. അപ്പം മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ n കോസ് തീറ്റ കട്ട് ചെയ്ത 1 മൈനസ് f ബൈ എന്ന് പറഞ്ഞാൽ മ്യൂ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് കിട്ടി മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അത് വി സ്ക്വയർ ബൈ ആർ ജി ആണ്. വി സ്ക്വയർ ആണ്, ആർ ജി ഈ ഭാഗത്തേക്ക് എടുത്താൽ വി സ്ക്വയർ ഇസിക്കൽ ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അപ്പോൾ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, ഇനി ഇത് മാക്സിമം പോസിബിൾ സ്പീഡാണ്. ഇനി അടുത്തത് നമുക്ക് കണ്ടത് ഒപ്റ്റിമം സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടെയർ. കീറലും മുറിയലും ഒഴിവാക്കാൻ ആവശ്യമായ ഒപ്റ്റിമം സ്പീഡ്. എന്താ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ് അല്ല. മാക്സിമം സ്പീഡ് പോയി കഴിഞ്ഞാൽ എന്താ സംഭവം? ഇതാണ് മാക്സിമം സ്പീഡ്. ഇത് ഒരു ചരിഞ്ഞ സർഫസ് ആയതുകൊണ്ട് ആ ചരിഞ്ഞ സർഫസിൽ നിന്ന് താഴേക്ക് സ്ലിപ്പാവാതെ പോകാൻ ഒരു സ്പീഡ് വേണ്ടേ? ആ സ്പീഡാണ് ഒപ്റ്റിമം സ്പീഡ്. ഒപ്റ്റിമം സ്പീഡ് അതായത് സ്ലിപ്പ് ചെയ്യുക, അതായത് ചരിഞ്ഞ റോഡല്ലേ, ഈ ചരിഞ്ഞ റോഡ് താഴേക്ക് വീഴാതെ കറക്റ്റായിട്ട് ആ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ ഒപ്റ്റിമം സ്പീഡ് കണ്ടെത്തണമെങ്കിൽ ടു അവോയ്ഡ് വെയർ ആൻഡ് ടെയർ, കീറലും മുറിയലും തേയ്മാനം ഒഴിവാവണമെങ്കിൽ എന്തേ കണ്ടീഷൻ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു 0 ആവണം. അതായത് അവിടെ ഫ്രിക്ഷൻ ഇല്ലാതിരിക്കണം, അത്രയും സ്മൂത്ത് സർഫസ് ആയിരിക്കണം. അങ്ങനെ മ്യൂ 0 ആണെങ്കിലോ, മ്യൂ 0 ആ സമയത്ത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0 ആയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ 0 ആണ്. 0 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു ടാൻ തീറ്റ. 0 ഇൻറ്റു ടാൻ തീറ്റ 0, 1 മൈനസ് 0 1, 0 പ്ലസ് ടാൻ തീറ്റ ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഇതാണ് ഒപ്റ്റിമം സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടെയർ. ഈ സ്പീഡിലെങ്കിലും പോയിട്ടില്ലെങ്കിൽ താഴേക്ക് വീണു പോകും, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ. അപ്പോൾ വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ദിസ് ഈസ് ദ ഒപ്റ്റിമം സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടെയർ. വെയർ ആൻഡ് ടെയർ ഒഴിവാക്കാൻ ആവശ്യമായ ഒപ്റ്റിമം സ്പീഡാണ് എന്ത്?
ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴാതെ മൂവ് ചെയ്യാൻ ആവശ്യമായ സ്പീഡാണ് വി സി റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഓക്കെ, ഇനി ഒറ്റ പ്രോബ്ലം ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചോളൂ. എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ, 300 മീറ്റർ റേഡിയസുള്ള ഒരു സർക്കുലർ റേസ് ട്രാക്ക് ഈസ് ബാങ്ക്ഡ് അറ്റ് 15 ഡിഗ്രി, 15 ഡിഗ്രിയിലാണ് ബാങ്ക് ചെരിഞ്ഞിരിക്കുന്നത്. എന്നിട്ടാ ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് റോഡ് ഈസ് 0.2. നമുക്കാണ് വാട്ട് ഈസ് ദ ഒപ്റ്റിമം സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടയർ. വെയർ ആൻഡ് ടയർ ഒഴിവാക്കാൻ ആവശ്യമായ ഒപ്റ്റിമം സ്പീഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് റേഡിയസ് ഓഫ് ദി റോഡ് 300 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു 0.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പറഞ്ഞത് ഒപ്റ്റിമം സ്പീഡ്, ഇവിടെ ബാങ്കിങ് ആംഗിൾ തന്നിട്ടുണ്ട് 15 ഡിഗ്രി. ഇത്രയാണ് തന്നത്. നമ്മൾ കാണുമ്പോൾ ഒപ്റ്റിമം സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടയർ. വെയർ ആൻഡ് ടയർ ഇല്ലാതിരിക്കാൻ ഒഴിവാക്കാൻ ആവശ്യമായ ഒപ്റ്റിമം സ്പീഡ് നമ്മൾ പഠിച്ചത് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്നാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ എത്രയാ 300 ഇൻറ്റു ജി 10 ടാൻ 15. അതിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 3000. 300 × 3000 ഇൻറ്റു ടാൻ 15 എന്ന് പറഞ്ഞാൽ 0.27. നേരത്തെ പ്രൊബത്തി ചെയ്തിരുന്നു. അപ്പം 3000 ഇൻറ്റു 0.27, 30 ഇൻറ്റു 21 810. 810ൻ്റെ റൂട്ട് 25ആണ്, 625, 26, 27, 28 പോയിന്റ് സംതിങ് വരും, 28.1 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഒപ്റ്റിമം സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടയർ. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്ന് ചോദിച്ചു ഒപ്റ്റിമം സ്പീഡാണ് ചോദിച്ചെങ്കിൽ, രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ്. സ്ലിപ്പ് ചെയ്യാതെ പിന്നെ കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ, ഓവർ ടേണിങ്ങും സ്ലിപ്പും ചെയ്യാതെ മൂവ് ചെയ്യാവുന്ന മാക്സിമം പെർമിസിബിൾ സ്പീഡ് കാണണം. ഇപ്പം ഒപ്റ്റിമം സ്പീഡ് 28.1 കിട്ടിയെങ്കിൽ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഇക്വേഷൻ ഏതായിരുന്നു? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇതല്ലേ മാക്സിമം പെർമിസിബിൾ സ്പീഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ എത്രയാ 300 ഇൻറ്റു ജി 10 എടുത്തോളൂ ഇൻറ്റു മ്യൂ 0.2 എന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടാൻ 15 0.27 ആണ് ടാൻ 15 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.2 ഇൻറ്റു 0.27. ദാറ്റ് ഈസ് ഈക്വൽ ടു 3000 ഇൻറ്റു എന്താ വരുന്നത്? 0.2 പ്ലസ് 0.27 0.47. 0.47 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 0.27 വരുന്നത് എത്രയാണ്? 0.054 ആണ്. അപ്രോക്സിമേറ്റ്ലി 1 കിട്ടും. അപ്പോൾ 3000 ഇൻറ്റു 0.47, 3000 0.47 എന്നാണ് ഏതാണ്ട് എത്ര വരുന്നത്? 347 1410 റൂട്ട് ഓഫ് 1410. 1410 റൂട്ട് എത്ര വരുന്നത്? 30 ആണെങ്കിൽ 90, 35 ആണെങ്കിൽ 1205. അപ്പം ഏതാണ് 35-നേക്കാൾ അല്പം കൂടുതലായിരിക്കും, ഒരു 38 കിട്ടും. അപ്പോൾ 38.1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്ക്, ഒപ്റ്റിമം സ്പീഡ് ആണെങ്കിൽ 28.1, അതായത് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് μ0 എന്ന സമയത്താണ് ഒപ്റ്റിമം സ്പീഡ് കിട്ടുന്നത്. അത് 28.1 ആണ്. അതേ സമയത്ത് ഇവിടെയോ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലോ നമുക്ക് 28 പകരമായിട്ട് എത്ര സ്പീഡിൽ വരെ പോവാം? 38 സ്പീഡ്. ഇതാണ് മാക്സിമം പോസിബിൾ സ്പീഡ്, 38.1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലുണ്ട്, അതേപോലെ NCERT സോൾവ്ഡുമാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കി ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ ഒരുപാട് കാര്യങ്ങൾ, ന്യൂട്ടൺസ് ലോസ് പഠിച്ചു, ലോ ഓഫ് കൺസർവേഷൻ പഠിച്ചു, മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് പഠിച്ചു, പിന്നെ അതിനുശേഷമായിട്ട് ഇക്വിലിബ്രിയം പഠിച്ചു, പിന്നെ ഫ്രിക്ഷൻ, അവസാനമായിട്ട് സർക്കുലർ മോഷനെ കുറിച്ച് പഠിച്ചു. ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. എന്നിട്ട് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.